കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി പാലക്കാട് MLA രാഹുൽ മങ്കൂട്ടത്തിൽ മലയാള മാധ്യമങ്ങളിൽ നിരന്തരം ഒരു അശ്ലീല കഥാപാത്രമായാണ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് കയറിയും മറ്റ് വിഷയങ്ങൾ വരുമ്പോൾ ചെറുതായൊന്ന് പിന്മാറിയും പിന്നെയും മുന്നോട്ട് വന്നും ആ വാർത്തകൾ മലയാള മാധ്യമ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. വാർത്തകളും ചർച്ചകളും നിരന്തരം നടക്കുന്നുണ്ടെങ്കിലും മാങ്കൂട്ടത്തിലിന്റെ ഈ വിഷയത്തിലെ വ്യക്തമായ ഒരു പ്രതികരണം ഇതുവരെ പുറത്തു വന്നിരുന്നില്ല. പരാതികളെല്ലാം ചാനലുകളിൽ തെളിവുകളും ശബ്ദരേഖയും ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളുമായി വന്നിരുന്നെങ്കിലും രാഹുൽ ഇതേക്കുറിച്ച് ഒന്നും പ്രതികരിക്കാനും തയ്യാറായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം 24 ന്യൂസിൽ ഹാഷ്മി താജ് ഇബ്രാഹിമിന് നൽകിയ ഒരു ദീർഘമായ ഇന്റർവ്യൂയിലൂടെ ഈ വിഷയത്തിൽ തനിക്ക് പറയാനുള്ളതെല്ലാം രാഹുൽ വിശദീകരിച്ചതാണ്. ഇന്റർവ്യൂ എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒന്നായിരുന്നു അതെന്ന് പറയാനാവില്ല. കാരണം രാഹുൽ നേരിടുന്ന പ്രധാന ആരോപണങ്ങളെ കുറിച്ച് കാര്യമായ ഇടപെടലുകൾ ഒന്നും ഹാഷ്മി നടത്തിയിരുന്നില്ല. പകരം രാഹുലിന് കംഫർട്ടായി പറയാൻ സാധിക്കുന്ന വിഷയങ്ങളിലേക്ക് സംഭാഷണം രാഹുൽ വഴിതിരിച്ചു വിടുകയായിരുന്നു. ഒരുപക്ഷെ ആ ഒരു നിബന്ധനയിലായിരിക്കാം രാഹുൽ ഇന്റർവ്യൂവിന് സമ്മതിച്ചത് തന്നെ. എന്തായാലും തന്റെ ഭാഗത്ത് നിന്ന് ന്യായീകരിക്കാവുന്ന ലോജിക്കലായ പോയിന്റുകളെല്ലാം രാഹുൽ അഭിമുഖത്തിൽ മലയാളികൾക്ക് മുന്നിലേക്ക് വലിച്ചിട്ടിട്ടുണ്ട്. കോൺഗ്രസിലെ തനിക്കെതിരെ ഉണ്ടായ നീക്കങ്ങളെ കുറിച്ചും സൂചിപ്പിച്ച രാഹുൽ തനിക്ക് ഏറ്റവും വേദനയുണ്ടാക്കിയ സംഭവം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണെന്നാണ് പറയുന്നത്. എന്നാൽ VD സതീശനോട് ഇത് സംബന്ധിച്ച് ഇതുവരെ സംസാരിച്ചിട്ടില്ലെന്നും തന്റെ ഭാഗം വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും രാഹുൽ പറയുന്നുണ്ട്. 1 മണിക്കൂർ നീണ്ട അഭിമുഖത്തിൽ രാഹുൽ തനിക്ക് പറയാനുള്ളതെല്ലാം വിശദമാക്കി. അവിടെ രാഹുലിനെ കുഴപ്പത്തിൽ ചാടിക്കുന്നതായ ഒരു ചോദ്യം പോലും ഹാഷ്മി ചോദിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ചും 2 പരാതികളിലും ഉയർന്ന ഗർഭചിത്രം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ. അതുപോലെ തന്റെ പേരിൽ വന്ന ശബ്ദരേഖകളും ചാറ്റുകളും ഒന്നും രാഹുൽ നിഷേധിച്ചിട്ടില്ല എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. മാധ്യമപ്രവർത്തക ലക്ഷ്മി പത്മയടക്കം നിരവധി പേരാണ് ഹാഷ്മിക്കെതിരെ പ്രതികരണവുമായി രംഗത്തെത്തിയത്. രാഹുൽ മങ്കൂട്ടത്തിൽ വെറും കോഴിയല്ല, കുരുപ്പ് പിടിച്ച കോഴിയാണെന്നാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജസ്ല മാടശ്ശേരി പറഞ്ഞത്. രാഹുൽ തുടർച്ചയായി അയച്ച മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടുകളും ജസ്ല പങ്കുവച്ചിട്ടുണ്ട്. ഒരാളുടെ പോക്ക് കണ്ടാൽ ഏതറ്റം വരെ എത്തുമെന്ന് തിരിച്ചറിയാനുള്ള കഴിവുണ്ടെന്നും കോഴികളെ കിലോമീറ്ററുകൾക്കപ്പുറത്തു നിന്ന് തന്നെ മണക്കുമെന്നും ജസ്ല ഫേസ്ബുക്കിൽ കുറിച്ചു. സ്ത്രീ പീഡന വീരന്മാരാണ് കോൺഗ്രസിന്റെ യുവ മുഖമുദ്രയായി ഇലക്ഷനുകളിൽ മത്സരിക്കുന്നതെങ്കിൽ കേരളത്തിലെ സ്ത്രീകളുടെ ആത്മാഭിമാനത്തിന്മേൽ കയറിയാകും സ്ഥാനാർത്ഥിത്വം എന്നും ജസ്ല കുറിക്കുന്നുണ്ട്. ബലാത്സംഗ കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ശേഷം രാഹുൽ മങ്കൂട്ടത്തിൽ MLA തനിക്കെതിരെ നടത്തിയ പരാമർശങ്ങളിൽ രൂക്ഷ പ്രതികരണവുമായി കോൺഗ്രസ് വനിതാ നേതാവ് MA ഷഹനാസും രംഗത്തെത്തിയിരുന്നു. രാഹുലും താനുമായും ഒരു സൗഹൃദവുമില്ലെന്നും തമ്മിൽ ഒരു സെൽഫി പോലും എടുത്തിട്ടില്ലെന്നും MA ഷഹനാസ് കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്. തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച ഷഹനാസ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ അടക്കം തന്നെ ക്ഷണിച്ചിരുന്നുവെന്ന രാഹുലിന്റെ പരാമർശം കള്ളമാണെന്നും പറയുന്നുണ്ട്. രാഹുൽ മങ്കൂട്ടത്തിൽ എന്നെ കോഴിയെ തിരിച്ചറിയാൻ ഒരു സ്ത്രീക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. എനിക്ക് കാണണമെന്ന് പറഞ്ഞ് ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്താൻ അവൻ നിരന്തരം എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നുവെന്നാണ് ഷഹനാസ് പറയുന്നത്. രാഹുൽ മങ്കൂട്ടം ഒരു കോഴിയാണെന്ന് പണ്ടേ അറിയാമെന്നും രാഹുൽ ആരോപിച്ച വിഷയങ്ങളിൽ അടിഞ്ഞു വീഴാനുള്ള ഒന്നും തനിക്കില്ലെന്നും രാഹുലിന്റെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ആർജവം തനിക്കുണ്ടെന്നും പരസ്യ സംവാദത്തിന് വെല്ലുവിളിക്കുകയാണെന്നും അവർ പറയുന്നുണ്ട്. രാഹുലിന് എന്റെ മുന്നിലിരിക്കാൻ ധൈര്യമുണ്ടോ എന്നും രാഹുലിന്റെ വീട്ടിൽ വന്ന് സംസാരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് ഷഹനാസ് പറയുന്നുണ്ട്. അതേസമയം കോൺഗ്രസിൽ നിന്ന് പുറത്തായി അറസ്റ്റ് അടക്കം നേരിട്ടെങ്കിലും രാഹുലിന് താഴെത്തട്ടിൽ ശക്തമായ പിന്തുണയുണ്ടെന്നാണ് പാർട്ടി വൃത്തങ്ങളും രാഹുലുമായി അടുത്ത കേന്ദ്രങ്ങളും പറയുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും നടത്തിയ 2 വ്യത്യസ്ത വോട്ടർ സർവേകൾ സൂചിപ്പിക്കുന്നത് രാഹുൽ ശക്തനായ സ്ഥാനാർത്ഥിയാണെന്നാണ്. രാഹുൽ പാലക്കാട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചാലും വിജയം ഉറപ്പാണെന്നാണ് കോൺഗ്രസിലെ ഒരു മുതിർന്ന നേതാവിന്റെ അഭിപ്രായം. പാർട്ടിയിലെ ഒരു മുതിർന്ന നേതാവിന്റെ നിർദ്ദേശം അനുസരിച്ച് രാഹുലിനെ അനുകൂലിക്കുന്ന വിഭാഗമാണ് സർവേ നടത്തിയതെന്നാണ് വിവരം. അതേസമയം ബലാത്സംഗ കേസുകൾ നിലനിൽക്കുന്നതിനാൽ സംസ്ഥാനത്തെ ഒരു മണ്ഡലത്തിലും രാഹുലിനെ മത്സരിപ്പിക്കില്ലെന്നാണ് നേതൃത്വം പറയുന്നത്. പാർട്ടിയുടെ നിലപാടിൽ മാറ്റമുണ്ടാകില്ലെന്നും
ഉറച്ച തീരുമാനമാണിതെന്നും ഒരു മുതിർന്ന KPCC ഭാരവാഹിയും പറയുന്നുണ്ട്. എന്നാൽ രാഹുൽ കുറ്റവിമുക്തനായാൽ തീരുമാനം പുനഃപരിശോധിക്കാനുള്ള സാധ്യത തള്ളാനാവില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പാർട്ടിയുടെ തീരുമാനം അനുസരിക്കുകയും നേതൃത്വത്തിന്റെ തീരുമാനങ്ങൾ പാലിക്കുമെന്ന് ഉറപ്പായാൽ മാത്രമേ ഇതിനുള്ള സാധ്യത ഉണ്ടാകൂവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. രാഹുലിനെ പ്രമോട്ട് ചെയ്യുന്നതിന് ഒരു PR ഏജൻസി പ്രവർത്തിക്കുന്നുണ്ടെന്നും ഈ നീക്കങ്ങൾ KPCCയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ബലാത്സംഗ കേസിൽ പ്രതിയാണെങ്കിലും രാഹുലിനെ MLA സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കുന്നതിനോട് യോജിക്കേണ്ടതില്ലെന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ രാഹുലിനെ അയോഗ്യനാക്കുന്ന നടപടി എതിർക്കാനാണ് UDFന്റെ തീരുമാനവും. പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടു എന്നതുകൊണ്ട് ഒരാളെ അയോഗ്യനാക്കുന്നത് ശരിയല്ലെന്നാണ് UDF പാർലമെന്ററി പാർട്ടിയുടെ യോഗ തീരുമാനം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കുന്ന സമീപനമല്ല, മറിച്ച് ഇത്തരം ഒരു നടപടി ഉണ്ടാക്കുന്ന കീഴ്വഴക്കത്തെയാണ് എതിർക്കുന്നതെന്ന് കോൺഗ്രസ് പറയുന്നുണ്ട്. ഇതൊരു കീഴ്വഴക്കമായാൽ നിയമസഭയിൽ എത്തിക്സ് കമ്മിറ്റിയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിക്ക് ദുരുപയോഗത്തിന് വഴിതെളിക്കുമെന്നാണ് വിലയിരുത്തൽ. ആന്റണി രാജുവിനെ കോടതി ശിക്ഷിച്ചതോടെയാണ് അയോഗ്യനായതെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടു എന്നതുകൊണ്ട് ഒരാളെ അയോഗ്യനാക്കുന്നത് ശരിയല്ല എന്നാണ് നേതാക്കളുടെ പക്ഷം. എന്തായാലും വരും ദിനങ്ങളിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ പ്രതികരണങ്ങൾ രാഹുലിന്റെ വിമർശകരിൽ നിന്നും ഉണ്ടാവുമെന്നും അതിനുള്ള മറുപടിയുമായി രാഹുൽ വീണ്ടും വരുമെന്ന് തന്നെയാണ് ഇതുവരെ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനാവുന്നത്. ബാക്കി കാത്തിരുന്ന് കാണാം.